എങ്ങനെ ഉണ്ടായിരുന്നു പടം? പടം ഒരു ആവറേജ് പടം, തനി ലോക്കൽ പടം എന്ന് പറയാം. ഒരു പക്ക മാസ് പടങ്ങൾക്ക് ഒരു പക്ക കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള സിനിമയാണ്. പ്രശാന്ത് മുരളിയൊക്കെ നല്ല രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത്ര പോരാ, എന്തെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പടം എന്ന് പറയാം. ഗംഭീരം എന്ന് തന്നെ പറയാൻ പറ്റില്ല, ഒരു ചെറിയ വലിയ കുഞ്ഞു സിനിമ. ഇത് ചെറിയ സിനിമയാണല്ലോ, അത് പറഞ്ഞിട്ടുണ്ട് ചെറിയ സിനിമയാണെന്ന്. അപ്പം അത് പോസിറ്റീവ് റിവ്യൂ കൊടുക്കുന്ന ആരെങ്കിലും പറയുന്നു. പക്ഷേ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ചെറിയ സിനിമ, കഥ ചുരുക്കി പറയാം, ഒരു 1 ലൈൻ പറയാം. ഒരു എടുക്കണ്ട അപ്പോൾ ഒരു ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് ആണ്. ഇതിൽ കഥ 1 ലൈൻ പറഞ്ഞത് ആശ്രയിതാണ്. 40 വയസ്സ് കഴിഞ്ഞ 40 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് 18 വയസ്സുള്ള പെണ്ണിന്റെ പുറകെ പോകുന്നു. തെറ്റല്ലേ? 18 വയസ്സാളുടെ പെണ്ണ്, 40 വയസ്സുള്ള ചെറുക്കൻ 18 വയസ്സുകാരെ പ്രേമിക്കുന്നു. പ്രായത്തിൽ തെറ്റില്ലല്ലോ. ഉണ്ടോ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ? എനിക്ക് തെറ്റായിട്ടാ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ പെരേര നടക്കുന്ന ആളുടെ പ്രായം തന്നെക്കാളും കുറച്ച് 10 വയസ്സിന് മുതിർന്നതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് തെറ്റല്ലേ? അത് തെറ്റല്ലേ? അത് തന്നെയല്ലോ ഇത് നമ്പർ. പ്രായം കുറഞ്ഞ, പ്രായം കൂടിയത് കുഴപ്പമില്ല. അല്ല, അതിന് മറ്റൊരു കാര്യമുണ്ട്. നാട്ടുകാരിങ്ങനെ കല്യാണം ആയില്ലേ എന്ന് ചോദിക്കുമ്പം എങ്ങനെയെങ്കിലും കല്യാണം അല്ല, പൊതുവേ ഉള്ളൊരു കാര്യം കല്യാണം കഴിക്കുന്നില്ലെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നോടിപ്പോ ഇതുവരെ പെണ്ണ് പുറകെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരുടെ വായടഞ്ഞു. 30 വയസ്സ് കഴിയുമ്പോ പൊതുവേ ഇപ്പൊ എനിക്ക് 23 വയസ്സായിട്ടുള്ളൂ, മനസ്സിലായ. എനിക്ക് ഇതുവരെ ഇവരുടെ ഗേൾ ഫ്രണ്ട് ഇല്ലെന്ന് പറഞ്ഞ് പലരും കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് വന്നൊരു പെണ്ണ് 30 വയസ്സിന്റെ ഇടയിലുള്ള ഒരു പെണ്ണാണ്. അപ്പൊ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. നമുക്കൊരു പെണ്ണ് വന്നല്ലോ, ആണല്ലോ. അതുപോലെ ഇവിടെ പെണ്ണല്ലേ വന്നത്, അതിൽ ആശ്വസിക്കല്ലേ വേണ്ടത്. എല്ലാത്തിലും കുറ്റം കണ്ടെത്താതെ ആശംസകളൊക്കെ പറയണ്ടല്ലേ. പറയുന്നൊരു കാര്യം, 18 വയസ്സിന് പുറകെ പോയി അവസാനം വേറെ ഒരു പെണ്ണെ കിട്ടിയല്ലോ. സിനിമയല്ലേ മിസ്റ്റർ പെരേര? എന്നാലും അത് പറയുന്നത് എപ്പോഴും 18 വയസ്സ് എന്ന് പറയുമ്പോൾ ചെറിയ പ്രായമല്ലേ, ഒന്നും അറിയാൻ പക്വത പോലും ഇല്ലല്ലോ. ഇപ്പൊ എന്റെ അനിയത്തിക്ക് 20 വയസ്സേ പ്രായമുള്ളൂ, മനസ്സിലായോ. എന്റെ അനിയത്തിക്ക് എന്നോട് ആരും കല്യാണം കഴിക്കാൻ പറയില്ല. ഇപ്പൊ മുസ്ലിംസ് ആണെങ്കിൽ അവർ പറയും 18 വയസ്സാകുമ്പോൾ കിട്ടാൻ പറയും. ഇപ്പൊ ക്രിസ്ത്യൻ റിലീജിയനെ പൊക്കി പറയണല്ല, ക്രിസ്ത്യൻ റിലീജിയന് കുറച്ചുകൂടി മെച്യൂരിറ്റി ഉണ്ട്. ഇത് കേട്ടിട്ട് നമുക്ക് സഭ മറ്റേ മുസ്ലിംസ് എന്നെ അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിൽ ഞാൻ പറയാം, നമ്മുടെ സഭക്കാര് ക്രിസ്ത്യൻസ് 30 വയസ്സ് കഴിഞ്ഞിട്ട് കെട്ടിക്കൊടുത്തുള്ളത്. അപ്പൊ അതൊരു ഇഷ്ടമാണെങ്കിലും പക്വത എന്ന് പറഞ്ഞാലേ ജീവിതത്തിലേക്കുള്ളൊരു നല്ലൊരു കയറ്റം ഉണ്ടാവുള്ളൂ. കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും. ഇപ്പൊ 1 വർഷം ജീവിച്ചു, പിറ്റേ വർഷം ഡൈവോഴ്സ് ചെയ്യണത് തെറ്റല്ലേ? അപ്പൊ പെരേരയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വയസ്സായ പ്രശാന്ത് മുരളി കല്യാണം കഴിച്ചത് കൊണ്ടാണുള്ള പ്രശ്നമാണല്ലേ? അല്ല, കല്യാണം കഴിച്ചില്ല, ആലോചിച്ചുള്ള പ്രശ്നമാണ്. അത് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ട് സിനിമയ്ക്ക്. അതൊരു പോരായ്മയല്ല, കണ്ടിരിക്കാൻ പറ്റും, ലാഗില്ല. കണ്ടിരുന്നോ? ഇപ്പോ മറ്റേ പെണ്ണ് വരുമ്പോൾ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കാണിച്ചു. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പൊ നടക്കുന്ന കുറച്ച് സംഭവങ്ങളായിട്ട് കണക്ട് ആവുന്നുണ്ട് കുറച്ചുകൂടി. എന്റെ ലൈഫില് കാമുകിയായിട്ട് ഒരു പെൺകുട്ടി വന്നു, ആ കുട്ടിയായിട്ട് പല പല വിവാദങ്ങൾ വരുന്നുണ്ട്. എന്റെ ലൈഫ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് കാര്യമല്ലല്ലോ, മനസ്സിലായോ. അപ്പൊ ഇതൊരു മാസ് മസാല അല്ല, കോമഡി റൊമാൻറ്റിക് എന്റർടൈൻമെന്റ് ഉപരി ഒരു വയസ്സെത്ര ആയി 30 വയസ്സൊരു നമ്പറാണ്. അപ്പൊ വയസ്സുകൊണ്ട് ഒരിക്കലും ഒരാളെ വിലയിരുത്താൻ പറ്റത്തില്ല. ഇത് കോമഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ക്ലൈമാക്സ് ഡിഫറെന്റ് ആണല്ലോ, കണ്ടിരിക്കാൻ പറ്റിയിരുന്നോ? കണ്ടിരിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ മെറീന ചേച്ചിയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഒരു കൂട്ടുകാരിയാണ്. മെറീന ചേച്ചിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ജു പത്രോസിന്റെ ഒരു ലവ് ട്രാക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മഞ്ജു പത്രോസ് ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന മറ്റേ ഫുക്കറായിട്ടുള്ള ഒരു. അപ്പോൾ മഞ്ജു പത്രോസ് നല്ല രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു മറ്റേ ഈ നമ്മുടെ പ്രശാന്ത് മുരളി നല്ലൊരു കോമഡി ആക്ടറാണല്ലോ. പുള്ളിയുടെ കൂടെ ഒരു ലവ് ട്രാക്ക്, പുള്ളിയുടെ പ്രായത്തിനേക്കാൾ കൂടുതലാണ് മഞ്ജു എന്ന് അറിയാൻ പാടില്ലെങ്കിലും മഞ്ജു നല്ല ചെയ്തിട്ടുണ്ട്. ഒരു റേറ്റിംഗ് ഒരു 5-ൽ 4 കൊടുക്കും. താങ്ക് യു.